ഹായ്, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്ന നെക്സ്റ്റ് പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ ആണ്, യൂസ് ദ മെത്തേഡ് ഓഫ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ ടു ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് എ റെക്ടാംഗിൾ. ഒരു റെക്ടാംഗിളിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു റെക്ടാംഗിളിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഒരു റെക്ടാംഗിൾ വരയ്ക്കാം. ഓക്കെ, ഇതിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിന്റെ പെരിമീറ്റർ എത്രയാണ്? പി എന്നുള്ളതാണ് ഇതിന്റെ പെരിമീറ്റർ. ഇപ്പം ഈ സൈഡിനെ എക്സ് എന്നും ഈ സൈഡിനെ വൈ എന്നും വിളിക്കുന്നു. ഓക്കെ, എങ്കിൽ നമുക്ക് പെരിമീറ്റർ പി ആയിട്ട് വരികയും ഏരിയ മാക്സിമം ആയിട്ട് വരികയും ചെയ്യുന്നത്. അപ്പം ഏരിയയുടെ ഇക്വേഷൻ എന്തായിരിക്കും? ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീളം ഗുണം വീതി. ഓക്കെ, ഈ ഏരിയ എന്ന് പറയുന്നത് മാക്സിമം വരണം. ഇതിന് മാക്സിമം കിട്ടുന്ന രീതിയിൽ പെരിമീറ്റർ എത്ര കിട്ടുന്ന രീതിയിൽ പി. പെരിമീറ്ററിന്റെ ഇക്വേഷൻ ഇവിടെ എന്ത് വരും? ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ഇതും വൈ. അപ്പൊ പെരിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 2x + 2y. ശരിയാണല്ലോ. അപ്പം 2x + 2y എന്നുള്ളതാണ് പെരിമീറ്റർ ഇക്വേഷൻ. ഇവിടെ എക്സും വൈയും ക്ലിയർലി എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. നീളവും വീതിയും അല്ലെ, ലെങ്തും വിഡ്ത്തും ആയതുകൊണ്ട് അത് ക്ലിയർലി എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ അത്തരം കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. അപ്പം എക്സ് എന്ന് വെച്ചാൽ നമ്മൾ ലെങ്ത് ഓഫ് ദ റെക്ടാംഗിൾ ആയിട്ട് എടുക്കുന്നു, വൈ എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദ റെക്ടാംഗിൾ ആയിട്ട് എടുക്കുന്നു, എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ ആയിട്ട് എടുക്കുന്നു. എങ്കിൽ ഉറപ്പായിട്ട് നമുക്കിവിടെ മാക്സിമൈസ് ചെയ്യേണ്ട ആരെയാണ് പറയുന്നത്? മാക്സിമം ഏരിയ ആണ്. സോ നമ്മൾ മാക്സിമൈസ് ചെയ്യേണ്ടത് എ ആണ്. സോ വി വാണ്ട് ടു മാക്സിമൈസ് എ ഈക്വൽ ടു എക്സ് വൈ. എവിടെ? നമ്മുടെ കണ്ടീഷൻ ആണ് 2x + 2y ഈക്വൽ ടു പി ആകണം. ശരിയല്ലേ? പെരിമീറ്റർ എന്ന് വെച്ചാൽ പി ആകണം. ഈ 2x + 2y ഈക്വൽ ടു പി എന്ന് വെച്ചാൽ അത് ജോമെട്രിക്കലി അത് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു ലൈനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ കൊടുക്കുന്നത്. ഈ 2x + 2y ഇവിടെ രണ്ടിടത്തും കോമൺ 2 എടുത്തു കഴിഞ്ഞാൽ ഇത് എന്ത് വരും? നമുക്ക് വരും y + x ഈക്വൽ ടു p/2 എന്ന് വരുമല്ലോ. ഞാൻ x + y എന്ന് എഴുതുന്നതിന് പകരം y + x ഈക്വൽ ടു എന്ന് എഴുതി p/2 എഴുതി. ഇത് ഇവിടുന്ന് കിട്ടുന്നതാണ് ഇത്. ശരി, രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, എങ്കിൽ ഇവിടുന്ന് y ഈക്വൽ ടു എന്ന് എഴുതാൻ പറ്റും -x + p/2. നോക്കിയേ, ഇതിപ്പോ ഒരു ലൈനിന്റെ ഫോമില്ലേ, y ഈക്വൽ ടു mx + c. അപ്പം സ്ലോപ്പ് എന്ന് പറയുന്നത് -1 വരുന്ന അല്ലെ, y ഇന്റർസെപ്റ്റ് വെച്ചാൽ p/2 വരുന്ന ഒരു ലൈനിന്റെ ഇക്വേഷൻ ആണ്. ആ ലൈനാണ് ഞാൻ ഈ വരച്ചു വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഈ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ p/2 0, ഈ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 p/2. ഇതാണ് ഈ ലൈൻ ഇക്വേഷൻ. നമ്മൾ ഇത്രയും ലൈൻ സെഗ്മെന്റ് എടുത്താൽ മതി. കാരണം അറിയോ, ഇത് മൊത്തത്തിൽ എടുക്കാതിന്റെ റീസൺ എന്താണെന്ന് മനസ്സിലായോ? ഇത് താഴേക്ക് എടുക്കണ്ട. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ലൈൻ താഴേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പൊ വൈയുടെ വാല്യൂ എന്തായി പോകും? നെഗറ്റീവ് ആയി പോകും. സോ നമ്മൾ അത് എടുക്കേണ്ട ആവശ്യം ഇല്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് താഴേക്ക് എടുക്കേണ്ടത്. അതുപോലെ മുകളിലേക്ക് എടുക്കണ്ട. മുകളിലേക്ക് വന്നാൽ എക്സിന്റെ വാല്യൂ എന്തായി പോകും? നെഗറ്റീവ്. സോ ഈ ലൈൻ സെഗ്മെന്റ് മാത്രം നമ്മളിവിടെ കൺസിഡർ ചെയ്താൽ മതി. പിടികിട്ടിയല്ലോ? ഈ എൻ പോയിന്റ്സിന്റെ കുഴപ്പമെന്ന് പറയും, ഈ എൻ പോയിന്റ്സിൽ നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ എന്തായി പോകും? 0 ആയി പോകും. കാരണം നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? f(x) = xy എന്ന് പറയുന്നതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പം ഈ എൻഡ് പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ എന്തായി പോകും? 0 ആയി പോകും. പക്ഷെ എൻ പോയിന്റ് ഒഴികെയുള്ള ഈ ലൈൻ സെഗ്മെന്റിന്റെ ഭാഗങ്ങളിൽ ഈ എയുടെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കാരണം xy അല്ലേ, ഗുണിക്കുമ്പോഴത്തേക്ക് രണ്ട് പോസിറ്റീവ് സംഖ്യകൾ നമുക്ക് ഗുണിച്ചാൽ നമുക്ക് എന്താ എടുത്തുള്ളൂ? പോസിറ്റീവ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയണം. ഈ ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റ് ആണല്ലോ. ഇത് ഈ ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡും ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ്. ഇനി നമ്മുടെ ഫംഗ്ഷൻ f(x y) എന്ന് വെച്ചാൽ ആരാണ്? നമ്മുടെ ഫംഗ്ഷൻ f(x y) എന്ന് പറയുന്നത് xy ആണ്. അത് കണ്ടിന്യൂസ് ആണ്. ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഉറപ്പായിട്ടും എക്സ്ട്രീം വാല്യൂ തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഉറപ്പായിട്ടും അബ്സല്യൂട്ട് മാക്സിമം ഉണ്ടായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഈ അബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയുന്നത് നമ്മുടെ കൺസ്ട്രെയിന്റ് റിലേറ്റീവ് മാക്സിമം ആയിരിക്കും. കാരണം അറിയോ, നമ്മുടെ ഫംഗ്ഷൻ f എന്ന് പറയുന്നത് 0, എൻ പോയിന്റ്സിൽ 0 ആയി പോകും. ബാക്കി ഈ എൻ പോയിന്റ് ഒഴികെയുള്ള ഈ ലൈൻ സെഗ്മെന്റിന്റെ ഭാഗത്താണ് എന്തായിട്ട് വരുന്നത്? പോസിറ്റീവ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർലി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. നമ്മൾ ഇനി ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ മെത്തേഡ് അപ്ലൈ ചെയ്യണം. ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ മെത്തേഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ വേണം? ഡെൽ എഫ് വേണം. എഫ് എന്ന് വെച്ചാൽ ആരാ? എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ xy. നമ്മുടെ ജി എന്ന് പറയുന്നത് ആരാ? ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2x + 2y - p എന്ന് എടുക്കേണ്ട ആവശ്യമില്ല.
നേരത്തെ വീഡിയോക്ക് ഞാൻ റിമാർക്കിൽ പറഞ്ഞായിരുന്നു കോൺസ്റ്റന്റ് ആണെങ്കിൽ എടുത്തില്ലേലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. സോ ജി ഓഫ് എക്സ് ആയിട്ട് നമ്മൾ എന്തെടുത്താൽ മതി? 2x + 2y എടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഒരാൾക്ക് ഇവിടെ -p കൂടെ എഴുതണം തോന്നിയാൽ എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. കാരണം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 ആയി പോകും, എഴുതിയില്ലേലും പ്രശ്നമില്ല. ഇനിയിപ്പോ നമ്മൾ ഡെൽ എഫ് കണ്ടുപിടിക്കുന്നു. ഡെൽ എഫ് കണ്ടുപിടിച്ചാൽ എന്ത് വരും? yi + xj. ഡെൽ എഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതേപോലെ ഡെൽ ജി കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 2y + 2j വരും. ഇനി ലഗ്രാഞ്ചി മൾട്ടിപ്ലയർ മെത്തേഡ് അപ്ലൈ ആണെങ്കിൽ ഒരു എക്സ്ട്രാ കണ്ടീഷൻ എന്തുണ്ട്? ഡെൽ ജി എന്ന് പറയുന്നത് നോൺ സീറോ ആയിരിക്കണം. ക്ലിയർലി ഇവിടെ ഡെൽ ജി എന്താണ്? നോൺ സീറോ. കാരണം എന്താണ്? ഡെൽ ജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. സോ ഇനി നമ്മൾ നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. എന്താണ് നമ്മുടെ ഇക്വേഷൻ? ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡെൽ ജി. സോ നമ്മൾ ഡെൽ എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. yi + xj ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡെൽ ജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്താണ്? 2y + 2j. അപ്പോൾ ഇവിടെ നമ്മൾ i യുടെ കോഎഫിഷ്യൻസ് ഈക്വേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്ത് വരും? y. റൈറ്റ് സൈഡിൽ എന്ത് വരും? 2 ലാംഡ. സോ y ഈക്വൽ ടു 2 ലാംഡ. ഇനി j യുടെ കോഎഫിഷ്യന്റ് ഈക്വേറ്റ് എന്ത് വരും? x ഈക്വൽ ടു 2 ലാംഡ. ഓക്കെ ആണല്ലോ. രണ്ടുപേരും റൈറ്റ് സൈഡിൽ 2 ലാംഡയാ എങ്കിൽ y ഈക്വൽ ടു എന്ത് എഴുതാം? y ഈക്വൽ ടു നമുക്ക് x എന്ന് എഴുതാം. ഈ y ഈക്വൽ ടു x ആയി പോകുന്ന വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? എന്താണ് ഈ x, എന്താണ് y? x എന്ന് പറയുന്നത് ലെങ്ത്, y എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഡ്ത്ത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? എക്സും വൈയും ഈക്വൽ ആയി പോകണം എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? എക്സും വൈയും ഈക്വൽ ആകുമ്പോഴത്തേക്ക് നമ്മുടെ റെക്ടാംഗിൾ എന്നുള്ളത് എന്തായി തീരും? സ്ക്വയർ ആയി തീരും. സോ നമുക്കൊരു കാര്യം മനസ്സിലായി, എക്സും വൈയും എന്താകണം? ഇവിടെ ഈക്വൽ ആകണം എന്ന് നമുക്ക് മനസ്സിലായി. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പം എക്സും വൈയും 0 ആണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലായി. അപ്പം അതുകൊണ്ട് ഇനി നമുക്ക് എന്ത് എഴുതാം? എക്സും വൈയും ഈക്വൽ ആകണം. അപ്പൊ നമ്മൾ മുകളിലേക്ക് പോവാ. എക്സും വൈയും ഈക്വൽ ആകണം. നമ്മുടെ ഇക്വേഷൻ എന്താണ്? നമ്മുടെ ഇക്വേഷൻ എന്ന് വെച്ചാൽ 2x + 2y = p ആണ് അല്ലെ? എക്സും വൈയും ഈക്വൽ ആവുക വേണം. 2x + 2y = p. 2y = p. എക്സും വൈയും ഈക്വൽ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ y എന്ന് എഴുതുന്നതിന് വരെ നമുക്ക് എന്ത് എഴുതിയാൽ മതി? x എന്ന് എഴുതിയാൽ മതി. അപ്പൊ 4x = എന്ത് കിട്ടി? p. എങ്കിൽ x = നമുക്ക് എന്ത് കിട്ടി? p/4. വൈയും എക്സും ഈക്വൽ ആയതുകൊണ്ട് x = p/4 ആണെങ്കിൽ വൈയും ഈക്വൽ ടു എന്തായി പോകും? p/4 ആയി തീർന്നു. ഓക്കെ. അപ്പം നമ്മൾ വാല്യൂ കണ്ടുപിടിച്ചു, ലെങ്തും കണ്ടുപിടിച്ചു, വിഡ്ത്തും കണ്ടുപിടിച്ചു. ലെങ്ത് എന്ന് പറയുന്നത് p/4, വിഡ്ത്ത് എന്ന് വെച്ചാൽ p/4. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആയി? അപ്പൊ നമ്മൾ ഡയമെൻഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ.